യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. വായിച്ച തിരുവചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച ചിന്താവിഷയം നമ്മൾ മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചോദിക്കുന്നവർക്ക് ധാരാളമായി പരിശുദ്ധാത്മാവിനെ, എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്ന് തിരുവചനം വായിപ്പാനിട വന്നു. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ ധാരാളം ചോദിച്ച് പരിശുദ്ധാത്മാവിനെ മേടിക്കണമെന്നും അത് വളരെ ആവശ്യമാണെന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇട വന്നു. ഇങ്ങനെ ഇത്ര അധികം പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്താണെന്നുള്ള ചിന്ത നമ്മൾ ചിന്തിക്കുകയും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്ന് പറയാനായിട്ട് ഇട വന്നു. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് യെശയ്യാ പ്രവചനം 32-15 വാക്യത്തിലാണ്. ഉയരത്തു നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി തീരും. ഒന്നാമത്തെ നമ്മുടെ ആവശ്യം മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റണം. അതിന് ധാരാളം പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം. അത് വളരെയധികം ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ഇട വന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 3:16 വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമായി പണിയപ്പെടണം. ഈ 2 അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ വിജയിക്കും. ഇതിന് ആവശ്യമായിരിക്കും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്, നമ്മുടെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, നമ്മുടെ ധനസമൃദ്ധി കൊണ്ടൊന്നും നടക്കുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് ഓർക്കാനായിട്ട് ഇട വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ വായിക്കാനായിട്ട് ഇട വന്നത് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിച്ചു. ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. ഇപ്പം മരുഭൂമി ഉദ്യാനമായി മാറണമെങ്കിൽ അവിടെ ചെയ്യേണ്ട ചില ക്രമീകരണങ്ങൾ ഇന്ന് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിൽ വരുത്തേണ്ട 5 ക്രമീകരണങ്ങൾ. നമ്മുടെ മരുഭൂമി അനുഭവങ്ങൾ ഒന്ന് മാറി ആത്മാവിന്റെ ശക്തിയാൽ അതിനൊന്ന് രൂപാന്തരപ്പെട്ട് വരണമെങ്കിൽ വേണ്ടുന്ന 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ അവസാന ഭാഗം പറയുന്നത്, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ഇടവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മാത്രം എന്ത് സംഭവിക്കും? ഈ മരുഭൂമി ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഞങ്ങളുടെ മരുഭൂമി അനുഭവങ്ങളൊക്കെ ഒന്ന് മാറ്റം വന്നിട്ട് യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അത് ഞങ്ങൾ മാത്രമല്ല, സകല ജനവും ഒരുപോലെ അതിനെ കാണും. എന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത് സകലരും ഒന്ന് കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ 5 വിധത്തിൽ നമ്മൾ ഈ മരുഭൂമി അനുഭവങ്ങളെ ഒന്ന് മാറ്റിയെടുത്താൽ നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആവർത്തന പുസ്തകം 32:3 വായിക്കുന്നത്, ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. നമ്മുടെ ചുമതല എന്താണ്? എന്തിനാണ് നമ്മൾ ഭൂമിയിലായിരിക്കുന്നത്? നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്? ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കിട്ടണം. നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവിതമായി മാറണം. നമ്മിലൂടെ ദൈവത്തിന്റെ മഹത്വം സകല ജാതികളും കാണണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ഇന്ന് കൃപയിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങളിൽ മാറ്റം വരുത്താതെ, അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ വരുത്താതെ മഹത്വം വെളിപ്പെടുകയില്ലല്ലോ. മഹത്വം വെളിപ്പെട്ടില്ലെങ്കിൽ അങ്ങയുടെ നാമത്തിന് അത് ദുഷിയായി തീരും, നമ്മുടെ ജീവിതം പരാജയമായി തീരും. അതിനിട വരുത്തരുത്. 29-ാം സങ്കീർത്തനത്തിൽ 2 വായിക്കുന്ന, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാര് പറയാറുണ്ട്, യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം, ഒന്ന് മന്ദിരത്തിൽ ധ്യാനിക്കണം. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ മഹത്വം ഒന്ന് കണ്ടാൽ. അതാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണെന്ന്. നമുക്ക് പറയാനായിട്ട് കഴിയും, ഞങ്ങൾ അവന്റെ മഹത്വം കണ്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പിന്മാറാൻ പറ്റില്ല. ദൈവത്തിന്റെ മഹത്വം ഒന്ന് നമ്മിൽ വെളിപ്പെട്ടൊന്ന് കാണണം. അത് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മഹത്വം കൊടുക്കാത്തൊരു ജീവിതമാണെങ്കിൽ സംഭവിക്കുന്ന പരാജയം കൂടെ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ യഥാസ്ഥാനപ്പെടേണ്ട മേഖലകളൊക്കെ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:23 നമുക്കറിയാം. ഹെരോദാവിന്റെ പ്രസംഗമൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാകയാൽ
കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ അടി കിട്ടും. അടി കിട്ടി പ്രാണനെ വിട്ട് ക്രിമിക്കിരയായി തീരും. അല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നതല്ല, ക്രിമി തിന്ന് തീർന്നു പോകുന്നല്ലാതെ നാശത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ജീവിതം ഇവിടെ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ യഥാസ്ഥാനപ്പെട്ട് മരുഭൂമിയിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി അതിനെ രൂപാന്തരപ്പെടുത്തേണ്ട മേഖലകളിലൊക്കെ രൂപാന്തരം വരുത്തി ഒരു ഉദ്യാനമാക്കി മാറ്റി കർത്താവ് കടന്നു വരുന്ന സ്ഥലമായി അത് മാറി അങ്ങനെ ദൈവത്തിന് മഹത്വം കിട്ടുവാനായി നമ്മെ തന്നെ ഒരുക്കണം. അപ്പോൾ നമ്മളിവിടെ വായിക്കാനായിട്ട് ഇടവന്നത് എങ്ങനെയാണ്? അതായത് 2 തെസ്സലോനിക്കർ 2:14 വായിക്കുമ്പോൾ അത് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചതിന്റെ ലക്ഷ്യം തന്നെ പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. അത് നമ്മൾ പ്രാപിച്ച് അത് മറ്റുള്ളവർ കാണണം, ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടണം. അതിനായി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ നമ്മൾ വായിച്ചത് മരുഭൂമി വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഒന്നാമത് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഈ മരുഭൂമിയിൽ ദൈവത്തിന് വഴി ഒരുക്കണം. ദൈവത്തിന് വഴി ഒരുക്കേണ്ടത് സ്ഥലം എവിടെയാണ്? മരുഭൂമി. മരുഭൂമി വഴിയില്ലാതെ കിടക്കുക. അത് ഒന്ന് വഴിയായി അവിടെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അനേകർ ഇതിലൂടെ വരും, ഈ വഴിയിലൂടെ വരും. അതിനുവേണ്ടി വഴി ഒരുക്കണം. നമ്മൾ നല്ലൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ കിടക്കുന്നുണ്ട്. മറ്റാരുമല്ല, സ്നാപക യോഹന്നാനാ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന അവന്റെ ശബ്ദമാവിത്. മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവിനെ വഴിയൊരുക്കുവിൻ, കർത്താവിന് പാത നിരപ്പാക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് മുന്നോടിയായി രാജാതി രാജാവ് എഴുന്നള്ളൂ എന്നുള്ള അനൗൺസ്മെന്റുമായി വന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. നമുക്കറിയുന്ന കാര്യമാണ്. എന്താ സ്നാപക യോഹന്നാൻ ചെയ്തത്? ഒരു രാജാവ് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വരുന്ന സമയത്ത് അവിടുത്തെ വഴി നേരെയാക്കാറുണ്ട്. ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രപതി വരുന്ന സമയത്ത് ആ മലപ്പുറം വഴിയിലൂടെ ഞാൻ പോകുന്ന സമയത്ത് അത്ര 2-3 ദിവസത്തിനുള്ളിൽ ആ റോഡ് മുഴുവൻ ടാർ ചെയ്ത് പുതിയതാക്കി. അവിടെ ഭയങ്കര ട്രയൽ റൺ നടത്തുന്നു, ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പരിപാടികൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനങ്ങനെ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് കേരളത്തിലെ എല്ലാ റോഡിലും കൂടെ ഒന്ന് പോയാൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാനിട വന്നു. അപ്പോൾ ഒരു രാജാവ് വരുന്ന സമയത്ത്, പണ്ടാണെങ്കിൽ രാജാക്കന്മാർ വരുന്ന സമയത്ത് രാജാവ് ഏത് പ്രദേശത്താണ്, ഏത് ഗ്രാമമാണോ കാണാൻ വരുന്നത്, അവിടെ വളരെ സ്വീകരണം ഒരുക്കാറുണ്ട്. വഴിയൊക്കെ നിരപ്പാക്കി കട്ടകളൊക്കെ ഉടച്ചു നിരത്തി വഴി ഒരുക്കി ആ വഴിയിലൂടെ രാജാവിൻ്റെ രഥങ്ങൾ ഉരുണ്ടുവരും. ആ സമയത്ത് പാതയ്ക്ക് ഇരുവശവും കന്യകമാർ നിന്ന് താലപ്പൊലിയുമായി എഴുന്നള്ളി അവരെ സ്വീകരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ശലോമോനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തമഗീതത്തിൽ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം മരുഭൂമിയിൽ ഒരു പാത വഴി ഒരുക്കണം. അതാണ് ആദ്യത്തെ ക്രമീകരണം. അതെന്തിനു വേണ്ടിയിട്ടാ? രാജാതി രാജാവ് എഴുന്നള്ളാൻ വേണ്ടിയാ. അപ്പോ യോഹന്നാൻ വഴി ഒരുക്കി. എങ്ങനെയാണ് ഒരുക്കിയത്? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദമുണ്ട്. എന്താ ശബ്ദം? മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുവിൻ. മാനസാന്തര പ്രസംഗമാണ് നടത്തിയത്, മാനസാന്തര സ്നാനമാണ് നടത്തിയത്. അപ്പോ പാത ഒരുക്കണമെങ്കിൽ, മരുഭൂമിയിൽ പാത ഒരുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് പാപബോധം വന്നിട്ട് മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവിന് വരാനായിട്ട് കഴിയും. നമ്മൾ നന്നായി മാനസാന്തരപ്പെട്ട നമ്മിലൂടെ നമ്മുടെ കർത്താവ് ചലിക്കാൻ തുടങ്ങും. നമ്മുടെ കർത്താവ് നമ്മിലൂടെ മുന്നോട്ട് നീങ്ങും. നമ്മുടെ കർത്താവിന് വഴി ഒരുക്കി കൊടുക്കുന്നതാണ് മാനസാന്തരം. അപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് മാനസാന്തരം വേണം. മാനസാന്തരം വരുന്നത് എങ്ങനെയാ? പാപബോധം വരാതെ മാനസാന്തരം വരില്ലേ? നമുക്കറിയാം, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ധാരാളമായി ലഭിക്കും തോറും നമ്മൾ നന്നായി മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. മാനസാന്തരം നമ്മൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഫലം കായ്ച്ചു തുടങ്ങും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ കോടാലി ചൂട്ടിൽ ഇപ്പോഴേ വെച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്. കോടാലി ചോട്ടിൽ വെച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വെട്ടിക്കളയും, ജീവിതം ശൂന്യമായി തീരും. ഇത് വരാതിരിക്കണമെങ്കിൽ പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്തുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ പിണക്കി പരിശുദ്ധാത്മാവിന് സാന്നിധ്യം താല്പര്യമില്ലാതെ അകന്ന് കഴിഞ്ഞാൽ വഴി ഒരുങ്ങി വരില്ല. മരുഭൂമിയിൽ വഴി വരില്ല. മരുഭൂമിയിൽ വഴി ഒരുക്കിയാൽ അതാണ് മാനസാന്തരം. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതാണ് മാനസാന്തരം. അപ്പൊ മരുഭൂമിയുടെ പരിക്കൻ സ്വഭാവങ്ങൾ
ആ ചൂട് ഏറിയ നമ്മുടെ സ്വഭാവങ്ങൾ, ആരെയും സ്വീകരിക്കാത്ത സ്വഭാവം, ആരെങ്കിലും വന്നാൽ അവരെ മണൽക്കാറ്റ് കൊണ്ട് മൂടി മറയ്ക്കുന്ന സ്വഭാവം, ഒരു വിധത്തിലും അനുകൂലമല്ലാതെ നിന്നുന്ന നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി മാനസാന്തരം വരും തോറും ഒരു വഴി ഒരുങ്ങുകയാണ്. ഈ വഴി ആർക്ക് വേണ്ടിയാണ് ഒരുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള വഴിയാണ്. അങ്ങനെ ഒരു വഴി ഒരുങ്ങിയാൽ കർത്താവിന്റെ പിന്നാലെ കർത്താവ് മാത്രമല്ല അവന്റെ ശിഷ്യന്മാരും വലിയ ആളുകളും തമ്മിലൂടെ കൃപയിലേക്ക് വരും. അതിന് തടസ്സമായിരിക്കുന്ന അവസ്ഥകൾ മാറണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ശക്തി നമുക്ക് ആവശ്യമാണ്. ചോദിക്കണം, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ എന്റെയൊക്കെ ബാല്യത്തിലൊക്കെ ചിന്തിച്ചിരുന്ന കാര്യം ഇതാണ്. ഏലിയാവിന്റെ പുതപ്പ് ഏലീശയ്ക്ക് കിട്ടിയപ്പോൾ ഏലിയാവ് ചെയ്ത 8 അത്ഭുതത്തെക്കാൾ 16 അത്ഭുതങ്ങൾ എലീശ ചെയ്തു. അങ്ങനെ എലീശയ്ക്ക് കിട്ടിയ പുതപ്പ് എന്റെ മേത്തൊന്ന് വീണാൽ ഒരു 32 അത്ഭുതമെങ്കിലും ചെയ്യാൻ കഴിയണം. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണി പറയാൻ കഴിയുന്ന അത്ഭുതങ്ങൾ നടക്കണം. ഇതൊക്കെയായിരുന്നു ചിന്ത. അപ്പൊ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ അത്ഭുതം നടത്താമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെയല്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് നമ്മുടെ രൂപാന്തരം വരുത്തുകയാണ്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. എങ്കിൽ ദൈവത്തിന് മഹത്വം കിട്ടും. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ കിട്ടുന്നത് ദൈവത്തിന് മഹത്വം കിട്ടുകയാണ്. നമ്മുടെ ഉദ്ദേശം, നമ്മൾ രക്ഷയ്ക്കായി വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ പ്രാപിക്കണം. എങ്ങനെ പ്രാപിക്കണം? കർത്താവ് നമ്മിൽ വരുമ്പോഴാണ് ആ മഹത്വം നമ്മിൽ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. കർത്താവ് നമ്മിലേക്ക് വരണം. ആ വഴി ഒരുങ്ങി കഴിയുമ്പോൾ കർത്താവ് വരും. അതാണ് ഒന്നാമത് വേണ്ടത്. അപ്പൊ മാനസാന്തരപ്പെടുക എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ കൃപ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. രണ്ടാമത് നമ്മളവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും. രണ്ടാമത്തെ കാര്യം, നിർജ്ജന പ്രദേശത്ത്, മരുഭൂമി എന്ന് പറഞ്ഞാൽ നിർജ്ജന പ്രദേശമാണ്, ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു വഴി ഉണ്ടാക്കണം. ഒരു ഇടവഴിയും ഇടുങ്ങി വഴിയൊന്നുമല്ല ഉണ്ടാക്കേണ്ടത്, പെരുവഴി ഉണ്ടാക്കണം. പെരുവഴി ഉണ്ടാക്കിയാൽ ധാരാളം പേര് വരും. എന്താണ് ഈ പെരുവഴി എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പെരുവഴി ഉണ്ടാക്കണം, അതും നിർജ്ജന പ്രദേശത്ത് ഉണ്ടാക്കണം. അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് വ്യാഖ്യാനിച്ച് നോക്കിയാൽ കാണാനായിട്ട് കഴിയുന്നത് യെശയ്യാപ്രവചനം 35-ന്റെ 8-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 35-ന്റെ 8-ാമത്തെ വാക്യം. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഇത് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി. പെരുവഴി എന്തിനാന്ന് ചോദിച്ചാൽ അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വിശുദ്ധ വഴി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. അപ്പൊ വിശുദ്ധിയാണ് പെരുവഴി എന്ന് പറയുന്നത്. ഒരു പെരുവഴി ഉണ്ടാക്കണം. എവിടെയാ? നിർജ്ജന പ്രദേശത്ത്. അതിന്റെ അർത്ഥം ഒന്നും കൂടെ പറഞ്ഞാൽ, നിർജ്ജന പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഇടം, ആരും കാണാത്ത ഇടം, ആർക്കും അറിയാത്ത സ്ഥലം. ആ സ്ഥലത്ത് വിശുദ്ധി വേണം. നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശുദ്ധി വേണം. അതങ്ങനെയാണെങ്കിൽ അത് പെരുവഴിയാണ്. ആര് നമ്മെക്കുറിച്ച് നോക്കിയാലും, ആര് നമ്മെക്കുറിച്ച് വ്യാഖ്യാനിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാതെ ഒരു വിശുദ്ധ ജീവിതം വേണോ? ആ വിശുദ്ധിയാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗം യെശയ്യാപ്രവചനത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് അത് കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു പെരുവഴിയും വിശുദ്ധ പാതയും ഉണ്ടാകും, വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല. ദൈവരാജ്യത്തിൽ ഒരു അശുദ്ധനും കടന്നു പോകില്ല. ഈ അശുദ്ധിയും വെച്ച് പെരുവഴി ഉണ്ടാക്കാത്ത വിശുദ്ധ വഴി എന്ന പെരുവഴി നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അവൻ അവരോടുകൂടെ ഇരിക്കണമെങ്കിൽ വിശുദ്ധ വഴി ഉണ്ടാകണം. അവൻ അവരോടുകൂടി ഇരിക്കണം. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിച്ച് ഒരു വഴി കാണിച്ചു കൊടുത്താൽ ഒരാളും തെറ്റിപ്പോകില്ല. അവർ നമ്മെ കണ്ട് നമ്മെ പോലെ ആകാൻ അവർ ആഗ്രഹിക്കും, സത്യസന്ധന്മാരാകാൻ ആഗ്രഹിക്കും, കൃപയിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കും. അവിടെയാണ് നമ്മൾ കാണുന്നത്. സദൃശവാക്യം 16-17, പ്രോവർബ്സ് 16-17. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. ഒന്നുകൂടെ വ്യക്തമാക്കണം. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. പ്രാണനെ കാത്തുകൊള്ളണമെങ്കിൽ, നമ്മുടെ പ്രാണൻ നിത്യനാശത്തിൽ പോകാതെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ പെരുവഴി വേണം. ഏതാ പെരുവഴി? നേരുള്ളവരുടെ പെരുവഴി. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. ദോഷത്തിലേക്ക് പോകാതെ, തെറ്റ് ചെയ്യാതെ, വിശുദ്ധ ജീവിതം നയിച്ച് നമ്മൾ പോകുമ്പോഴാണ് അതിന് പറയുന്ന ഒരു ആത്മീക പേരാണ് പെരുവഴി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പെരുവഴി, അത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാണനെ കാത്തുകൊള്ളാനായിട്ട് കഴിയും.
അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. നിർജ്ജന പ്രദേശത്ത്, ഈ നിർജ്ജന പ്രദേശത്ത് വഴി ഒരുക്കണമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ സ്വാഭാവികമായ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് സാധിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുമ്പോൾ, ആ ബോധം നമ്മിൽ നിലനിൽക്കുമ്പോൾ പാപത്തോട് നമ്മൾ വിരക്തി കാണിക്കും, പാപത്തോട് നമ്മൾ അകന്ന് ജീവിക്കാനായിട്ട് കഴിയും. അല്ലാതെ നമ്മൾ തീരുമാനം എടുത്തുകൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം, പരിശുദ്ധാത്മാവിനെ അധികമായി വേണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, മാനസാന്തര ജീവിതം നയിക്കണമെങ്കിൽ എനിക്ക് ആത്മാവ് ധാരാളം വേണം, പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ധാരാളം വേണം. ആ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മരുഭൂമിയിൽ വഴി ഒരുക്കാൻ പറ്റുള്ളൂ. അത് നിർജ്ജന പ്രദേശത്തുള്ള പെരുവഴി തന്നെ ഒരുക്കണമെങ്കിൽ കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ കൃപ ധാരാളമായി ചൊരിഞ്ഞു ധാരാളമായി തന്നെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. അതിന് ഇടം കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് നമ്മൾ വായിച്ചത്, എല്ലാ താഴ്വരയും നികന്നു വരണം. എല്ലാ താഴ്വരകള്, ജീവിതത്തിൽ കുറെ താഴ്വരകളുണ്ട്. ആത്മീകമായ പോരായ്മകൾ, വളർച്ചയില്ലായ്മകൾ, പരാജയപ്പെട്ട മേഖലകൾ, അതാണ് പോരായ്മകളുടെ വഴി. അതായതാണ് താഴ്വര, താഴ്ന്നിരിക്കുന്ന കുഴികളായി കിടക്കുകയാണ്. അത്തരം കുഴികളൊക്കെ ഒന്ന് നികന്നു വരേണ്ടത് ആവശ്യമാണ്. എന്താ വായിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 2:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, സഭയുടെ ദൂതർ പറയാണ്, നിങ്ങളെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, ഒരു കുറവുണ്ട്. എന്താണ് കുറവ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ കുറവ്, ആ കുഴി, ആ താഴ്വര എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് വഴി നിരപ്പായി കിടക്കണം. നിരപ്പ് വഴി കൂടെ കർത്താവ് വരുവുള്ളൂ. നിരപ്പ് വഴിക്ക് പകരം ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുഴി ഉണ്ടാകുന്നു. എന്താ കുഴി ഉണ്ടാകുന്നത്? എങ്ങനെയാ? ദൈവസ്നേഹം വിട്ടുകളഞ്ഞ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ലോകസ്നേഹത്തിലേക്ക് നമ്മൾ പോകും. ലോകസ്നേഹത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഒരു കുഴി ഉണ്ടാവുകയാണ്, ഒരു താഴ്വര ഉണ്ടാകുകയാണ്. അത്തരം വഴിയിലൂടെ കർത്താവ് വരില്ല. ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല, തിരുമുഖത്വം കാണാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. അതാണ് പറയുന്നത്, നിനക്കൊരു കുറവുണ്ട്, നമുക്കൊരു കുറവ് വരുന്നു. ഒന്നാമത്തെ മേഖലയാണ് സ്നേഹത്തിന്റെ കുറവ് സംഭവിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി ലോകസ്നേഹത്തിലേക്ക് കടന്നു വരുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ലോകസ്നേഹം ദൈവസ്നേഹത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തോട് ശത്രുത്വമാകുന്നു. ശത്രുത്വം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. ദൈവസ്നേഹത്തിന് തടസ്സം നിൽക്കുന്നത് ലോകസ്നേഹമാണ്. ലോകമോഹങ്ങളെ നമ്മളെ കീഴടക്കും. ലോകമോഹങ്ങൾ കീഴടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 18:23 നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ അടുത്ത് വന്ന, കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി വന്ന ഒരു യുവാവിനോട് കർത്താവ് പറയുകയാണ്, കാര്യങ്ങളെല്ലാം നിനക്കറിയാം, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. എന്താ കുറവ്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം. എന്താ പ്രശ്നം? ധനമോഹം. കുഴിയുണ്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ് ധനത്തിന്റെ ചിന്ത. ധനത്തിന്റെ അത് വഞ്ചനയാണ്, നമ്മളെ വഞ്ചിക്കുകയാണ്. പണം ഉണ്ടായ കാര്യം സാധിക്കുന്നൊക്കെ പ്രതീക്ഷിക്കും, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറെ പണം ഉണ്ടാക്കി വെക്കും. ആരനുഭവിക്കും? ഒരു ഉപകാരത്തിലും പെടാതെ അത് നഷ്ടപ്പെട്ടു പോകും. പലർക്കും പണം ഉണ്ടാക്കാൻ അറിയാം, അത് ചെലവഴിക്കാൻ അറിഞ്ഞുകൂടാ, പ്രയോജനപ്പെടുത്താൻ അറിഞ്ഞുകൂടാ, അതിന്റെ മോഹവും കൊണ്ട് നടക്കും. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒത്തിരി പൈസ കാണണം, പൈസ ചെലവാക്കൊന്നുമില്ല, ഒത്തിരി പൈസ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം, അക്കൗണ്ടിൽ കുറെ പൈസ വേണം. അപ്പോൾ കിട്ടുന്ന പൈസ ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് അത് 200,000 ആയി, 400,000 ആയി, 500,000 ആയി. എനിക്കൊരു $1 million മിനിമം വേണം എപ്പോഴും. $1 million. അതെന്തിനാ? ഞാൻ ചോദിച്ചു, എന്തിനാ അത് ഉപയോഗിക്കുന്നത്? അതെനിക്കുണ്ടെങ്കിൽ ഒരു സമാധാനമുള്ളൂ. പൈസ കയ്യിലുണ്ടാകണം, പൈസ കുറെ ബാങ്കിലുണ്ടാകണം. കണ്ട, വനത്തിന്റെ വഞ്ചനയാണ്. ചിന്ത മുഴുവൻ എപ്പോഴും പൈസ ഉണ്ടാക്കാനുള്ള വഴി. ഇന്ന് സംഭവിക്കുന്ന കാര്യം, പൈസ ഉണ്ടാക്കാനുള്ള വഴി അന്വേഷിച്ച് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന പലരും ഡ്രഗ് മാഫിയയ്ക്കൊക്കെ അടിമപ്പെട്ട് പ്രതിസന്ധിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ നാട് അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. എന്താ കാരണം? ഈ കുഴികള് നികത്താൻ അവർ തയ്യാറാകാതെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ കുറവ്, സ്നേഹത്തിന്റെ താഴ്വരകൾ വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അവിടെ നികന്നു വരണം, കുഴിയായി കിടക്കരുത്. സ്നേഹം പകരേണ്ടടുത്ത് സ്നേഹം നിറഞ്ഞു നിൽക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അവിടെ ഒരു കുഴി കിടക്കരുത്. എന്തോ ഒരു വെറുപ്പ്, എന്തോ ഒരു വിദ്വേഷം വന്നു, എന്തോ ഒരു പിണക്കം വന്നു, ഒരു അകൽച്ച വന്നതാ.
അന്നുണ്ടായ ആ വിഷയം എൻ്റെ മനസ്സൊന്നും മായ്ക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്, കുഴി നികത്താൻ തയ്യാറില്ലാത്തവര്. ഈ കുഴി നികരണമെങ്കിൽ അവരുടെ ജീവിതത്തിനുണ്ടായ മനസ്സിനുണ്ടായ മുറിവുകൾ അത് സൗഖ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ സൗഖ്യമാക്കാൻ പറ്റുള്ളൂ. ആത്മാവിലുണ്ടായ മുറിവ് അത് നികത്തപ്പെടണമെങ്കിൽ, ആത്മാവിലുണ്ടായ മനോവിഷമങ്ങൾ, ആ ഇടിവുകളൊക്കെ നികത്തണമെങ്കിൽ ആത്മാവിന്റെ ശക്തിയല്ലാതെ ഒന്നിനാലും നികത്താൻ കഴിയില്ല. ആര് പറഞ്ഞാലും ആര് ഉപദേശിച്ചാലും അതൊന്നും സാധ്യമാകില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് തന്നെ ക്രിയ ചെയ്യണം. ആത്മാവ് നമ്മളൊരു സാന്ത്വനം നൽകി തന്നാൽ നമ്മൾ ക്ഷമിക്കും. ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്ന ആശ്വാസം പകർന്ന സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് ഒന്ന് പകർന്നു കഴിയുമ്പോൾ നാം ആശ്വാസം കൈക്കൊള്ളും. ആശ്വാസം കൈക്കൊള്ളുമ്പോൾ ഈ കുഴികളൊക്കെ താഴ്വരകള് നികന്നു വരും. അപ്പൊ ആത്മീകമായ ജീവിതത്തിൽ വരുന്ന കുഴികൾ കുറെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന കുഴികൾ അതൊന്നും നികന്നു വരണം. കുറവുകൾ വന്ന മേഖലകൾ അതൊന്നും നികന്നു വരണം. പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്യമിപ്പിച്ചാൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് നമ്മുടെ ബലഹീനതയ്ക്ക് തുണന്നാൽ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ കർത്താവേ, പ്രാർത്ഥന ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്, എനിക്ക് ആത്മാവിനെ പകർന്നു തരണമേ, ആത്മാവിനെ പകർന്നു തരണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് ധാരാളമായി തരണമേ. എന്തിനു വേണ്ടിയാ കർത്താവെ? പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ആത്മാവിന് ആവശ്യമുണ്ട്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായി ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി, എത്ര അധികം വേണമെങ്കിലും തരും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചേക്കാളും നന്നായി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. എപ്പോഴും നന്നായി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നന്നായി പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ, സംസാരിക്കുന്നവൻ നന്നായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്നായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്യഭാഷയുടെ വലിയ നിറവും അഭിഷേകവും നമ്മിൽ തരും. അതെങ്ങനെയാണ്? ആ കുഴികളൊക്കെ ഒന്ന് നികന്നു വരട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലെ കുറവുകള് നികന്നു വരണം. പ്രാർത്ഥനാ ജീവിതത്തിലെ കുറവുകള് നികന്നു വന്നാൽ വലിയ വിജയമാണ് ലഭിക്കുന്നത്. മറ്റൊന്നാണ് വചനധ്യാനത്തിലെ കുറവ്, ഉപവാസത്തിലെ കുറവ്, കർത്താവുമായുള്ള സാമീപ്യമൊക്കെ കുറവ്. ഇതൊക്കെ അടുത്തു വരണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ, ഈ കുറവുള്ള സ്ഥലങ്ങളൊക്കെ നികന്നു വരണം. ആത്മാവ് നമ്മെ ശക്തീകരിക്കണം. എന്താ നമുക്ക് വചനം ധ്യാനിക്കാൻ കഴിയാത്തത്? കുഴി വന്ന് കിടക്കുക, ലോകസ്നേഹം വന്ന് കിടക്കുക. ലോകത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നീക്കി വെക്കുന്നത് വചനമാണ്, ആ നിരപ്പാക്കേണ്ട വചനങ്ങൾ. സ്തോത്രം. അവിടെയാണ് പരാജയങ്ങൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടതാണ്. അപ്പോൾ താഴ്വരകൾ നിവർന്നു വരണം. നാലാമത് നമ്മൾ വായിക്കുന്നത് താഴ്വര നിരന്നു വന്നാൽ മാത്രം പോരാ, നാലാമത് എല്ലാം മലയും കുന്നും താഴ്വരണം. അപ്പോൾ ചിലയിടത്ത് കുഴി, ചിലയിടത്ത് കുന്നായി കിടക്കുക, ചിലയിടത്ത് കുന്നും മലയുമായിട്ട് കിടക്കുക. ആ മേഖലകൾ നിരന്നു വരണം. അപ്പൊ നാലാമത് കാണുന്നത് മലകളും കുന്നുകളും ഒന്ന് ഇടിക്കണം. ഹല്ലേലൂയ. മലകളും കുന്നുകളൊക്കെ ഒന്ന് ഇടിക്കണം. ഇടിച്ചിട്ട് വരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പൊങ്ങച്ചം, അഹങ്കാരം, നിഗളം, ഇതൊക്കെ കുന്നുകളാ, ഇതെല്ലാം ഉയർച്ചകളാ, മലകളായി നിൽക്കുക. അപ്പൊ കർത്താവ് പറയാണ്, എന്നോട് ചേർന്ന് പഠിപ്പീൻ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അപ്പൊ നമ്മളൊന്ന് ഇടിക്കണം. ഇടിച്ചാൽ മാത്രമേ ഈ സൗമ്യതയും താഴ്മയും വരുള്ളൂ. നമ്മുടെ നിഗളിപ്പും അഹങ്കാരവും പൊങ്ങച്ചവും, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തള്ള്, ഇതൊക്കെ ഒന്ന് മാറ്റി എന്തൊക്കെയോ ഞാൻ ആണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ എന്തോ വലുതാണെന്നൊരു തോന്നൽ വരാൻ വേണ്ടി, അത് എല്ലാ വിധത്തിലും നമ്മളങ്ങ് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ദോഷം കൂടെ ഉണ്ട്. എന്തൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടോ അതിനേക്കാൾ ഒന്നും കൂടെ പടി എന്നിലുണ്ടാകണം എന്നുള്ള ചിന്തിക്കുന്ന ആളുകൾ, ആ പൊങ്ങച്ചോ അഹങ്കാരം ഒക്കെ നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുകയില്ല. അവിടെയാണ് വേണ്ടത്, നമുക്കിതൊന്ന് ഇടിച്ചു വന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? സൗമ്യതയും താഴ്മയും. കർത്താവിനോട് ചേർന്ന് പഠിച്ചാൽ മാത്രമേ ഇത് ഇടിക്കാൻ പറ്റുള്ളൂ. കർത്താവിന്റെ സ്നേഹത്തിന് വിരോധമായി ഉള്ള എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്, പരിജ്ഞാനത്തിന്, ദൈവീയ പരിജ്ഞാനത്തിന് വിരോധമായുള്ള എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്, അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശം. ഇടിച്ചു കളയണം. ദൈവപരിജ്ഞാനത്തിന് വിപരീതമായിട്ടുള്ള എല്ലാ ഉയർച്ചകളും ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതിന് പകരം എളിയ ജീവിതമാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അലംഭാവത്തോടെയുള്ള ക്രിസ്ത്യ ജീവിതം, അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഉള്ളതിൽ സംതൃപ്തിയുള്ള, അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയുള്ള ജീവിതം. ഇതിന് വിട്ടിട്ട് എനിക്കതില്ല, അതില്ല, അവരെ പോലെ ആയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തയും കൊണ്ട് നടന്നാൽ അതൊക്കെ കുന്നുകളും മലകളുമായി നിൽക്കുക. ഇത് ഇടിച്ചു കളയണം. ഇത് ഇടിച്ചു കളയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ മാത്രമേ വിജയിക്കുള്ളൂ. എന്താ കാരണം? താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളിലോട് ദൈവം എതിർത്തു നിൽക്കുന്നു. ആ വഴിക്ക് കർത്താവ് വരില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. പകരം
താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. കൃപ നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വരണം. ഫിലിപ്പിയ ലേഖനം 4:5 വായിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എന്താ കാരണം? നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ സൗമ്യതയുടെ പാഠങ്ങളിലേക്ക് നമ്മൾ വരണം. എല്ലാവർക്കും പോരായ്മയുണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും മരുഭൂമി അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് സൗമ്യനാന്ന് പറയാൻ കഴിയുന്ന ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ അനുചരിത ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം കൊണ്ട് വന്ന സൗമ്യതയല്ലാതെ ഒരു സൗമ്യതയും ആരും പ്രാപിച്ചിട്ടില്ല. അയാളൊരു പാവമാണ്, സൗമ്യനാണെന്ന് തോന്നിയാലും സാഹചര്യമാണ് വരുന്ന സമയത്തെ അറിയുള്ളൂ സൗമ്യത എങ്ങനെയാണെന്ന്. അപ്പോഴേ സ്വഭാവം വെളിപ്പെട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയുന്ന രീതിയിൽ, ചില മേഖലയിൽ എനിക്ക് കൺട്രോൾ പോകുന്നു എന്ന് പറയുന്ന രീതിയല്ല. കൺട്രോൾ കിട്ടണമെങ്കിൽ, സൗമ്യത കിട്ടണമെങ്കിൽ കോപം മാറി, ദേഷ്യം മാറി, നമ്മുടെ തർക്കങ്ങൾ വിട്ട് നമ്മൾ യഥാസ്ഥാനപ്പെട്ട സൗമ്യതയും താഴ്മയും നമ്മൾ അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മലകളും കുന്നുകളും ഒന്ന് ഇടിഞ്ഞു മാറി, കർത്താവെ എനിക്കൊരു കൺട്രോൾ കിട്ടി, സൗമ്യതയും താഴ്മയും പ്രാപിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മറ്റൊരു വശം പറയാം, പ്രധാനപ്പെട്ട വശം പറയാം. ദൈവിക നന്മ പ്രാപിക്കുമ്പോൾ, ദൈവിക കൃപ പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. പലരും അങ്ങ് ഉയർന്നു പൊങ്ങി അങ്ങ് മാറും. ഇപ്പോൾ ഉദ്ദേശിമാർക്ക് പോലും സംഭവിക്കാറുണ്ട്. അവരെ ബോക്സ് പിടിക്കാൻ വേറൊരാൾ വരണം, അവരെ സ്വീകരിക്കണം, മാനിക്കണം, ആദരിക്കണം, പ്രത്യേക കസേര കിട്ടണം. ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം കൊണ്ട് പൊങ്ങച്ചമായി മാറുക. എന്നാൽ നമുക്കറിയാം നമ്മുടെ കർത്താവ് സൗമ്യതയും താഴ്മയുള്ളവനായിരുന്നോ? അതെ, 3.5 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കർത്താവ് എത്രയോ ഉയരത്തിൽ പോകേണ്ട ആളാ, എത്ര ഉയരത്തിൽ മാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട വ്യക്തിയാ. എന്നാൽ കർത്താവ് ചെയ്തത് എന്താണെന്നറിയോ? തൻ്റെ പിന്നാലെ നടന്ന ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പോയ കർത്താവ്. ഇതാണ് കർത്താവിൽ നിന്ന് പഠിക്കാനുള്ളത്. അവരുടെ കാല് കഴുകുക, അവരെ കൊണ്ട് പൊങ്ങച്ചം പറയിപ്പിക്കുകയോ അവരെ താങ്ങി നടത്താൻ വേണ്ടി പിന്നാലെ നടത്തിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. കർത്താവ് അവരുടെ കാല് കഴുകി. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പരിവർത്തിക്കാതെ നടക്കില്ല. ആത്മാവുണ്ടെന്ന് പറയുകയും ആത്മീക ശുശ്രൂഷ നടത്തുകയും ചെയ്തിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കുറവ് കൊണ്ടാണ് ഈ സൗമ്യത അവരിൽ വെളിപ്പെടാത്തത്, അവരിൽ താഴ്മ വെളിപ്പെടാത്തത്, കൃപ പ്രാപിക്കാൻ കഴിയാതെ വരുന്ന വിഷയം അതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? കർത്താവേ പരിശുദ്ധാത്മാവിന് എനിക്ക് വേണമെന്നാതാ, ധാരാളം വേണമെന്നാതാ, ചോദിക്കുന്നവർക്ക് ധാരാളമായി കൊടുക്കുന്ന ദൈവമേ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശക്തമായി വീണ്ടും പ്രാർത്ഥിക്കണം. 5-ാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. 5-ാമത്തെ കാര്യം പറഞ്ഞത് വളഞ്ഞതും ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. വളഞ്ഞത് ചൊവ്വായി വരണം, ദുർഘടങ്ങൾ സമമായി വരണം. വളഞ്ഞത് അത് ഒന്ന് ചൊവ്വാകണം. എന്താണ് വളഞ്ഞ വഴി? യശയ്യാപ്രവചനം 59:8 വാക്യം. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല, അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയുകയില്ല. സമാധാനമില്ലാതെ നടക്കുന്ന വഴിയെക്കുറിച്ചാണ് പറയുന്നത് ഈ വളഞ്ഞ വഴി. സമാധാനം ലഭിക്കുന്നില്ല. വളഞ്ഞ വഴി കൂടെ പോകുന്നവർക്കാണ് സമാധാനം ലഭിക്കാത്തത്. എന്തെങ്കിലും തരികട സൂത്രങ്ങള്, ദ്രോഹസൂത്രങ്ങള് ഒക്കെ കണ്ടെത്തി വളഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സമാധാനം നഷ്ടപ്പെടുന്നു. ചില അസത്യമാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സമാധാനം നഷ്ടപ്പെടുന്നു. അപ്പൊ സമാധാനത്തിന്റെ വഴി നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ വളഞ്ഞ വഴി ചൊവ്വാകുള്ളൂ. എന്തെങ്കിലും വളഞ്ഞ വഴി, എന്തെങ്കിലും വളഞ്ഞ കാര്യങ്ങൾ, ശരിയല്ലാത്ത ചില കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെയാണ് പരാജയം കിടക്കുന്നത്. അതും നേരെയായി വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് യഥാസ്ഥാനപ്പെടുത്തി തരണം. അപ്പോൾ നമുക്ക് ലഭിക്കും, സമാധാനം ലഭിക്കും. സമാധാനത്തെക്കുറിച്ച് മറ്റൊരു ദിവസം ചിന്തിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. ദൈവമക്കൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ് സമാധാനം. സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ കൃപയെ വന്നിട്ട് ഒരു പ്രയോജനമില്ല. ഈ ദൈവകൃപയെ വന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ സമാധാനം. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്ന സമാധാനം. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും അനുഭവിക്കുന്ന സമാധാനം. ആ വലിയ സമാധാനം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം വളഞ്ഞ വഴികൾ എവിടെയുണ്ട്? ചൊവ്വാക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, കർത്താവേ എൻ്റെ വളഞ്ഞ ചില അനുഭവങ്ങൾ കാരണം എനിക്ക് അസമാധാനമുണ്ട്, സ്വസ്ഥത അനുഭവിക്കുന്നില്ല, അതിന് തടസ്സങ്ങളെ മാറ്റി ഒന്ന് ചൊവ്വാക്കി തരണമെന്ന് പറയണം. യെരമ്യാ പ്രവചനം 3-21 വാക്യങ്ങളും കൊണ്ട് വായിക്കുന്നു. യെരമ്യാ പ്രവചനം 3:20-21. ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കൾ
വളഞ്ഞ വഴികളിൽ നടന്ന് ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിൽ മേൽ കരയുന്നതായി കേൾക്കുന്നു. നോക്കണേ, ജീവിതത്തിൽ കരച്ചിലും പ്രശ്നമൊക്കെ വന്നിരിക്കുക. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ പറയുക. ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്തതുപോലെ ദൈവകൃപ വിട്ട വിശ്വാസ ജീവിതം, ഒന്നുകൂടെ പറഞ്ഞാൽ കുടുംബജീവിതം ശ്രേഷ്ഠമായി പോകുന്നില്ലെങ്കിൽ, അവിടെ സമാധാനവും സ്വസ്ഥതയും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് വളഞ്ഞ വഴികളാണ്. വളഞ്ഞ വഴി എന്തോ സംഭവിച്ചിട്ടുണ്ട്, നേരെയാക്കിയേ പറ്റുള്ളൂ, ചൊവ്വാക്കണം, അല്ലെങ്കിൽ അത് ദുർഘടങ്ങൾ വരും. മൊട്ടക്കുന്നുകളിൽ നിന്ന് കരഞ്ഞ് നടക്കുന്നത് കേൾക്കുന്നു. അതായത് കുന്നുകളൊന്നും ഇടിച്ചിട്ടില്ല, നേരെയായിട്ടില്ലെന്നർത്ഥം. നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു. ക്രിസ്തീയ ജീവിതം വിജയിച്ചതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബജീവിതം വിജയിക്കാത്ത, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുന്നുകളെ ഇടിച്ചു നിരത്തിയിട്ടില്ല. വലിയ ആവശ്യം വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവശ്യം നമ്മുടെ ഭവനങ്ങളിൽ ആവശ്യമായിരിക്കുന്നു, കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കാതെ കുടുംബം നേരെയാകില്ല. ഈ വളഞ്ഞ വഴികളൊക്കെ ഒന്ന് മാറിയില്ലെങ്കിൽ കരച്ചിലും കണ്ണുനീരും തന്നെ എപ്പോഴും, എന്നും ദുഃഖവും പരിവട്ടങ്ങളും എന്നും നിലനിൽക്കും. ഇത് മാറണമെങ്കിൽ കർത്താവേ പരിശുദ്ധാത്മാവ് വേണമെന്നാണ്. എൻ്റെ കുടുംബത്തിൽ ധാരാളം പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം, പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് കൂടിയേ തീരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ യാചിക്കണം. എന്താ കാരണം എന്നറിയാമോ? അവിടെ പറയുന്നത് വളഞ്ഞ വഴി ചോദാണ്. ചില വളഞ്ഞ വഴിയുണ്ട്. മറ്റൊന്ന് പറയുന്നത് എങ്ങനെയാണ്? ദുർഘടങ്ങൾ സമമായി തീരണം. സമമായ ഒരു ജീവിതം വേണം. ദുർഘടങ്ങൾ സമമായി തീരണം. ചിലരുടെ ജീവിതത്തിൽ പുറമെ സ്നേഹം കാണിക്കും, അതിൻ്റെ ഒപ്പം തന്നെ മറുവശത്ത് വിദ്വേഷവും കയ്പും ഒക്കെ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പാടില്ല. സമമായി മാറണം. സമമായി. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സമമായിട്ടിരിക്കണം. അതിന്റെ മറുവശത്ത് വിദ്വേഷവും കയ്പും ഒന്നും വരാൻ പാടില്ല. സങ്കീർത്തനം 65:9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇത് ഈ ദുർഘടങ്ങൾ മാറ്റിത്തരുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം കിടക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ നദിയിലെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, കർത്താവ് സന്ദർശിച്ച് നനയ്ക്കുന്നു. കർത്താവ് സന്ദർശിച്ച് നനയ്ക്കുകയാണ്. വെള്ളം നദിയിൽ കിടക്കുക. എന്താ കാരണം? മരുഭൂമി ഉദ്യാനമാക്കാൻ പോവുക. വഴിയൊക്കെ നേരെയാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൽ കർത്താവ് സന്ദർശിക്കാൻ വരുന്നു. കർത്താവ് ആ വഴിക്ക് വരും. ആ വഴിക്ക് വരുമ്പോ നനവുണ്ട്. എങ്ങനെയാ? വെള്ളം നിറഞ്ഞു കിടക്കുക. അവൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ നനയ്ക്കും. പിന്നെ മരുഭൂമിയുടെ സിറ്റുവേഷൻ മാറുകയാണ്. അത്യന്തം പുഷ്ടിയുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സന്ദർശിക്കാൻ തക്കവണ്ണം ഞങ്ങൾ വരുത്തേണ്ട ക്രമീകരണങ്ങൾ, മാനസാന്തരത്തിന്റെ ക്രമീകരണങ്ങൾ, വിശുദ്ധിയുടെ ക്രമീകരണങ്ങൾ, വളഞ്ഞ വഴികളൊക്കെ ഒന്ന് മാറ്റി, താഴ്വരകളൊക്കെ ഒന്ന് മാറ്റി, കുന്നുകളെ ഇടിച്ചു മാറ്റി നമ്മളൊന്ന് ക്രമപ്പെട്ടു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ സന്ദർശിക്കാൻ വരും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. നദിയിൽ വെള്ളമുണ്ട്. ആത്മാവിന്റെ വെള്ളം അത് ധാരാളമുണ്ട്. നമ്മളിൽ നിന്ന് ചോദിച്ച് ഇത്രയും ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ, 5 ക്രമീകരണങ്ങൾ വരുത്തിയാൽ കർത്താവ് നമ്മെ സന്ദർശിക്കാൻ വരുന്നു. അവൻ സന്ദർശിച്ചാൽ നനയ്ക്കും. ആത്മാവിന്റെ വലിയ നനവ് ലഭിക്കും. ഈ ചോദിച്ചതിന് എന്നത്തേക്കുമായിട്ടുള്ള അനുഭവങ്ങൾ വരും. പിന്നെ റിവേഴ്സ് ഇല്ല, മരുഭൂമിയുടെ അനുഭവമില്ല. അത് അത്യന്തം പുഷ്ടിയുള്ളതായി മാറും. എന്നിട്ട് അവിടെ പറയാ, അതിന്റെ ഒഴിവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. നീ കട്ടയില്ല, ഈ ദുർഘടങ്ങൾ ഇനി ദുർഘടങ്ങളില്ല, അതൊക്കെ ഇടിച്ച് നിരക്കും. കർത്താവ് വരിക, അവൻ നനച്ച് പുഷ്ടിയുള്ളതാക്കി കഴിയുമ്പോൾ എല്ലാ കട്ടകൾ വലിഞ്ഞു മാറും. മഴയാൽ അതിനെ കുതിർക്കുന്നു. ഹല്ലേലൂയ. പിന്മഴ, മുൻമഴ എല്ലാം അയക്കുന്നത് ആത്മാവിന്റെ മഴയാണ്. ആത്മാവിന്റെ മഴ അയക്കുമ്പോൾ ദൈവസഭയിൽ ആത്മാവിന്റെ മഴ അയക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നനച്ച് മരുഭൂമി മാറിയിപ്പോ പുഷ്ടിയുള്ളതാക്കി. മുള പൊട്ടുകയാണ്. വിത്തുകൾ മുളയ്ക്കുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്ന എല്ലാ കട്ടകളെയും ഇടച്ചു നിർത്തട്ടെ. അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്, 15 വാക്യത്തിൽ: നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമി ഇപ്പോ ഏതാണ്? പുൽപ്പുറങ്ങളായി മാറി. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. പഴയ കുന്നിന്റെ അനുഭവത്തിലെ നിഗളിപ്പും നമ്മുടെ അനുഭവങ്ങൾ പൊങ്ങച്ചൊക്കെ മാറി ഇപ്പൊ അവിടെ ഉല്ലാസം വരികയാണ്. നമുക്ക് ആരോടും അസൂയയില്ല. അവിടെ ഉല്ലാസം വരികയാണ്. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് നിറയുകയാണ്. സ്തോത്രം. നമ്മൾ യഥാസ്ഥാനപ്പെട്ടാൽ, നമ്മിൽ ആത്മാവിന്റെ നിറവ് വരും തോറും നമുക്കറിയാം ആട്ടിൻകൂട്ടങ്ങൾ വരും. ദൈവസഭ നിറയാൻ പോവുകയാണ്. അത് കവിയാൻ പോവുകയാണ്.
ദൈവസഭയിൽ ആ വലിയ അനുഗ്രഹങ്ങളിലേക്ക് പന്തക്കോണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും 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 ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ആത്മാവിന് അധികമായി ആവശ്യമുണ്ട്. എന്തിനാണ് ഇത്രയധികം ആത്മാവിന്റെ ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ നിരാശാനപ്പെട്ട് ആവശ്യബോധത്തോടുകൂടെ അവന്റെ സന്നിധി ചെന്ന് നമ്മൾ യാചിച്ചാൽ നിശ്ചയമായി ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറി കർത്താവ് സന്ദർശിക്കുന്ന, ഒന്നും കൂടെ പറഞ്ഞ, ദൈവമഹത്വം നമ്മിലൂടെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.